ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പപ്പായ തണ്ട് കൊണ്ട്. ഇനി നമുക്കൊന്ന് ഊതിയും കൂടെ നോക്കാം. നമ്മളിന്ന് പപ്പായ തണ്ട് കൊണ്ട് ഫ്രൂട്ട് ഉണ്ടാക്കാൻ പോവാണ്. അത്യാവശ്യം നല്ല നീളമുള്ള പപ്പായയുടെ തണ്ട് നോക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻസൈഡ് ഡയമീറ്റർ ഒന്നും നമ്മളിപ്പോൾ നോക്കുന്നില്ല. അത്യാവശ്യം ഒരു നീളത്തിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് അകവശം നല്ല കനമാണ്. ഇതിൻ്റെ അളവാണെങ്കിൽ പറയുവാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പിട്ടൊരു ഈയുടെ സ്കെയിൽ ഉണ്ടാക്കിയായിരുന്നു. ഈയുടെ സ്കെയിലിൻ്റെ ഫ്രൂട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ അളവിനാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. എല്ലാ അളവുകളും അങ്ങനെ തന്നെയാണ് നോക്കിയേക്കുന്നത്. പക്ഷേ ഈ ഓമത്തണ്ടിന് കുറച്ച് കനം കൂടുതലാണ്. നമ്മുടെ ഫ്ലൂട്ടിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ PVC അപേക്ഷിച്ച് അതിൻ്റെ ഇൻസൈഡിൻ്റെ കനം ഭയങ്കര കൂടുതലാണ്. അപ്പം കറക്റ്റ് ഒരു ഫ്ലൂട്ടിൻ്റെ സൗണ്ട് ആയിരിക്കത്തില്ല കേൾക്കുന്നത്. എങ്കിലും നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇപ്പം നമ്മൾ വരച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, അടളം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പി ഇതേപോലെ 2 കമ്പി നല്ലതുപോലെ പഴിപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഹോൾ ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. കത്രിക വെച്ചൊന്നും ഹോൾ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല, ഇത് പല്ലായി പോവും. അതുകൊണ്ട് ഇതേപോലെ സാവധാനം ഹോളിൻ്റെ വലിപ്പം കൂട്ടിയാണ് എടുക്കുന്നത്. പിന്നെ ഇത് പപ്പായ തണ്ടാണ്, ഇത് അധിക ദിവസമൊന്നും നിൽക്കത്തില്ല, ഇത് ചുരുങ്ങിപ്പോവും. ഇത് ഉണങ്ങുമ്പോഴത്തേക്ക് ഇത് പല്ലായി പോവും. പിന്നെ നമ്മൾ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ ഈറയിൽ തന്നെ ഉണ്ടാക്കി നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് PVCയിൽ ആ അളവ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇത് അടയ്ക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മെഴുകുതിരി കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൂസായിട്ടാണ് ഇതിനകത്ത് വെക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ തെള്ളി ഇതിനകത്തേക്ക് വെക്കണം. ഏകദേശം എൻ്റെ ഈ കാണിക്കുന്ന ഈ ഭാഗം വരെ ഞാൻ വെച്ചിട്ടുണ്ട് ആ മെഴുകുതിരി. എന്നിട്ട് നമ്മൾ മെഴുകുതിരി കത്തിച്ച് ആ ഭാഗം ഉരുക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. മുകളിൽ കൂടെ ഈ ഭാഗത്തൂടെ ഉരുക്കി ഒഴിച്ച് ആ ഭാഗം അടയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒഴിച്ചാൽ മതി, അപ്പോൾ അത് അടയും. PVC പൈപ്പിലും ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പപ്പായ തണ്ട് കൊണ്ട്. ഇനി നമുക്കൊന്ന് ഊതിയും കൂടെ നോക്കാം.